ثمر ثمر ثوب ثوب ثبوت ثبوت ثياب ثياب وثب وثب ث ث ث ث ثي ث ثن ثن بث ബുസ്. താഴോട്ട് ചെരിവുള്ള വര വരച്ചു സാബിത്ത, പിന്നെ ഇടത്തോട്ട് നീണ്ട വര വരച്ചു സാബിത്ത. അന്ത്യഭാഗം മുകളിലേക്കുയർത്തി വെച്ചു സാബിത്ത, മേലെ 3 പുള്ളിയും വരച്ചു വെച്ചു സാബിത്ത. ഭംഗിയുള്ള സായിനെ വരച്ചു തന്നു സാബിത്ത, സൗബിലുള്ള സായിനെ വരച്ചു തന്നു സാബിത്ത. സബ്ബത സബ്ബത തസ്ബീതുൻ തസ്ബീതുൻ സുബൂതുൻ സുബൂതുൻ അസ്ബത അസ്ബത. നാവിൻ തലമേൽ മുൻപല്ലിൻ്റെ താഴെ തലയിൽ വെച്ചോളൂ, നേരിയ കാറ്റ് പുറത്തേക്കൊഴുകും നല്ലൊരു സാ പറഞ്ഞോളൂ. വായക്കു നേരെ കൈ പിടിച്ച് സാസു പറഞ്ഞാലെന്തുണ്ട്, വായക്കു നേരെ കൈ പിടിച്ച് സാസു പറഞ്ഞാൽ കാറ്റുണ്ട്. ഫസമ്മ ഫസമ്മ യബ്അസു യബ്അസു മസ്വാകും മസ്വാകും സിയാബുൻ സിയാബുൻ. ബായിനു പുള്ളികളെത്തിരയാ, ബായിനു താഴെ ഒരു പുള്ളി, തായിനു പുള്ളികളെത്തിരയാ, തായിനു മേലെ 2 എണ്ണം, സായിനു പുള്ളികളെത്തിരയാ, സായിനു മേലെ 3 എണ്ണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞ ദിവസം മക്കൾ പുതിയ ഒരക്ഷരം കൂടെ പഠിച്ചല്ലോ. ആദ്യം അലിഫ് പഠിച്ചു, പിന്നെ ബ പഠിച്ചു, പിന്നെ ത പഠിച്ചു, പിന്നെ സ പഠിച്ചു. 3 പുള്ളിയുള്ള അക്ഷരം സ. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതാണ് സ. ഒന്നാമത്തെ നമ്മുടെ വാക്ക് നേരത്തെ നാം പഠിച്ചതാ, അബുൻ. നമുക്കൊന്നുകൂടെ എഴുതി നോക്കാം. വീണ്ടും 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 എഴുതിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. നമുക്ക് അബുൻ എന്നെഴുതാം. അലിഫ് ബ, അലിഫിന് മുകളിൽ ഹംസ ഫത്ഹ, ബാഇനു പുള്ളി ലമ്മ തൻവീൻ, അബുൻ. അടുത്ത വാക്ക് തുബ്തു. തുബ്തു, താഇനു പുള്ളി കൊടുത്തു, ലമ്മ കൊടുത്തു, തു. ബത്തു, സുക്കൂൻ കൊടുത്തു, തുബ്. ഈ താഇനും പുള്ളി കൊടുത്തു, ലമ്മ കൊടുത്തു, തുബ്തു. ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 3 അക്ഷരങ്ങളുണ്ട്. ഒന്നാമത്തേത് ത, രണ്ടാമത്തേത് ബ, മൂന്നാമത്തേത് ത. തുബ്തു.
അടുത്ത വാക്ക് സബത. സബത 3 അക്ഷരങ്ങളുണ്ട്. സ ബ ത. സബത. ഇതെന്താണ്? സ. നേരത്തെ പഠിച്ചതല്ലേ മക്കൾ? ഇതെത്ര പുള്ളിയുണ്ട്? 3 പുള്ളിയുണ്ട്. ബാഇന് എത്ര പുള്ളിയുണ്ട്? 1 പുള്ളി. താഇനോ 2 പുള്ളി. സാഇനോ 3 പുള്ളി. നമുക്ക് ബാഉം താഉം സാഉം എന്ന് എഴുതി നോക്കാം. ബ ത സ. അടുത്ത നമ്മുടെ വാക്ക് തസ്ബീത്തുൻ. ഞാൻ എഴുതി കാണിക്കാം. കണ്ടോ മക്കൾ? ഇങ്ങനെയാണ് ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം താഇൻ്റെ പുള്ളി കൊടുക്കുന്നു, അതിൻ്റെ ഫത്ഹ കൊടുക്കുന്നു. ത. പിന്നെ സാഇന് 3 പുള്ളി കൊടുക്കുന്നു, അതിന് സുക്കൂൻ കൊടുക്കുന്നു. തസ്. പിന്നെ ബായിന് പുള്ളി കൊടുക്കുന്നു, അതിന് കസ്റ കൊടുക്കുന്നു. ബി. പിന്നെ യാഇന് പുള്ളി കൊടുക്കുന്നു, ഇപ്പോൾ ബി. തസ് ബി. ഇനി താഇന് പുള്ളി കൊടുക്കുന്നു, ലമ്മ തൻവീൻ കൊടുക്കുന്നു. തസ്ബീത്തുൻ. മനസ്സിലായോ മുല്ലപ്പൂ മക്കൾക്ക്? എങ്ങനെയാണ് തസ്ബീത്തുൻ എന്ന് എഴുതുക? ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. തസ്ബീത്തുൻ. ഇങ്ങനെ എഴുതണം. അതിനുശേഷം താഇന് പുള്ളി കൊടുത്തു, ഫത്ഹ കൊടുത്തു. സാഇൻ്റെ 3 പുള്ളി കൊടുത്തു, സുക്കൂൻ കൊടുത്തു. ബായിന് പുള്ളി കൊടുത്തു, കസ്റ കൊടുത്തു. യാഇൻ്റെ പുള്ളി കൊടുത്തു, താഇൻ്റെ പുള്ളി കൊടുത്തു, ലമ്മ തൻവീൻ കൊടുത്തു. തസ്ബീത്തുൻ. മനസ്സിലായല്ലോ? ഭംഗിയായി മക്കൾ എഴുതണം, പല പ്രാവശ്യം എഴുതണം ഇൻഷാ അല്ലാഹ്. مثنى وثلاث. مثنى وثلاث. تثبيتا. تثبيتا. وثبت. وثبت. സാ പഠിക്കാൻ സാബിത്തുമുത്ത്, സാഖിബ് പോയി സൗബാനിൽ. സൗബ് പഠിച്ചു, സമർ പഠിച്ചു, സൽജ് പഠിച്ചു സൗബാനിൽ. സമർ പറഞ്ഞാൽ സാ ഉണ്ടോ? ഒന്നാമത്തത് സാ ആണ്. മസൽ പറഞ്ഞാൽ സാ ഉണ്ടോ? രണ്ടാമത്തത് സാ ആണ്. നഫസ പറഞ്ഞാൽ സാ ഉണ്ടോ? മൂന്നാമത്തത് സാ ആണ്.